إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل نفس ذائقة الموت ثم إلينا ترجعون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ രോഗികളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ് പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇന്ന് മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയുടെ സമീപത്ത് എത്തിപ്പെടുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകാതെ സമചിത്തതയോടെ ആ രംഗം കൈകാര്യം ചെയ്യേണ്ടതെങ്ങനെയെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അവിടെ അലമുറയിട്ട് കരയാതെ വെപ്രാളപ്പെട്ട് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്കുകൾ പറയുന്നൊരവസ്ഥയിലേക്ക് പോകാതെ അവിടെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മരണാസന്നനായ രോഗിയോട് നമ്മൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ചൊല്ലിക്കൊടുക്കണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന ആ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന ആ മനുഷ്യനോട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലെന്ന് പറയലല്ല. ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലണം. ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ മരണാസന്നനായ രോഗിക്ക് ചുറ്റുമിരുന്ന ആളുകളെല്ലാവരും മാർപ്പ് വിളികളോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. അതല്ല ചെയ്യേണ്ടത്. മരണാസന്നനായ രോഗിയെ ബോധ്യപ്പെടുത്തണം. അവസാന സമയമാണ്, നിങ്ങൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. എന്തിനാ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദ റജുലാനി മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട 2 രോഗികളെ സന്ദർശിച്ചു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായ രോഗിയോട് നബി തങ്ങൾ പറഞ്ഞ എന്താ അറിയോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായ ഒരു വ്യക്തിയുടെ അടുത്ത് വെച്ച് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അഥവാ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവരെ ബോധ്യപ്പെടുത്തണം. ഇതാണ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്തിനാ നമ്മൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? എല്ലാവരും പറയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ പടച്ചോനെ തൗഫീക്ക് തരണേ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കലുണ്ട്. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അവിടെ എത്താൻ കഴിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കിട്ടൂല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത്, ആരെങ്കിലും മരിച്ചാൽ വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് തന്റെ വ്യക്തി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ, സാമ്പത്തിക രംഗം, സ്വഭാവരംഗം, മുഴുവൻ മേഖലകളെയും അവൻ ക്രമീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തെ പ്രവേശിച്ചു. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ജീവിതത്തിന്റെ ഏത് സമയത്താ മരണം വരിക നമുക്ക് ആർക്കും അറിയില്ല. പൊടുന്നനെ നമ്മളിടത്തേക്ക് മരണത്തിന്റെ മലക്ക്, ഏൽപ്പിക്കപ്പെട്ട മലക്ക് വരും, റൂഹിനെ പിടിക്കും. നിങ്ങൾ കണ്ടില്ലേ വയനാട്? ഒരു പ്രതീക്ഷയില്ല മനുഷ്യന്മാർക്ക്. അവിടെ നോക്ക്, എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം എന്താ അറിയാം? നമ്മുടെ പ്രവർത്തകർ അവിടെ ചെന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ വേദനയോടുകൂടി പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണിനെ കരയിപ്പിക്കുന്ന ചില രംഗങ്ങളാണ്. ഒരു മനുഷ്യന്റെ വീട് കൂടലാണ്. വീട് കൂടലിന് ഉമ്മനെ വന്നിട്ട് കൊണ്ടുപോയി. ജ്യേഷ്ഠനെയും മക്കളെയും കൊണ്ടുവരാൻ വേണ്ടി വന്നു. അവര് പറഞ്ഞു നല്ല മടിയാണ്, ഇപ്പൊ പോണ്ട, അവനോട് അവിടെ കിടക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു ഒരു നിലക്ക് നിങ്ങൾ വരാതിരിക്കരുത്. ഭാര്യ നിർബന്ധം പിടിച്ചപ്പോ 12 മണിക്ക് തിരിച്ചുപോയി. പിന്നെ രാവിലെ 4 മണിക്ക് കേൾക്കുന്നത് വിളിക്കാൻ വന്ന ജ്യേഷ്ഠനും കുടുംബം അവിടെ ഇല്ല. ആ വീടിന്റെ ഭാഗത്ത് വീടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം എന്ന് പറഞ്ഞാൽ പടച്ചോ നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് പടച്ചോ നമുക്ക് നീട്ടിത്തരൂല. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് തരണേ. ഇതാ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? ഏത് രോഗിയെ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിലും, മരണാസന്നരായ രോഗികളുടെ അടുത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഫഖൂലു ഖൈറ, നിങ്ങൾ അവിടുന്ന് നല്ലതേ പറയാവൂ. അതെന്താ അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ അവിടെ ആമീൻ പറയുന്ന സദസ്സാണത്. ഒരു രോഗിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അവിടുന്ന് പറയേണ്ടത്, ഒരു മയ്യത്തിന്റെ അടുത്ത് നിങ്ങൾ ചെന്നാൽ അവിടുന്ന് നിങ്ങൾ പറയേണ്ടത് ഖൈറായ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് തോന്നിയതും തോന്നിയാസങ്ങളും പറയാനുള്ള സദസ്സല്ലത്, പറയുന്ന അവസരങ്ങളല്ലത്. കാരണം എന്താ അറിയോ? മലക്കുകൾ ആമീൻ പറയുന്ന സ്ഥലമാണ്. അപ്പോ ചില ആളുകളൊക്കെ പറയും യഖ്റഉ യാസീൻ അലാ മൗതാക്കും, മരണപ്പെട്ട വ്യക്തികളുടെ അടുക്കൽ വെച്ചിട്ട് യാസീൻ ഓതണം എന്നൊക്കെ ചില ആളുകൾ പറയലുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇസ്നാദുഹു ദഈഫ്, അത് ദഈഫായ ഹദീസാണ്. ഫീഹി മജ്ഹൂലാനി, അറിയപ്പെടാത്ത 2 വ്യക്തികൾ അതിലുണ്ട്. എന്നാ ഒരു രോഗിന്റെ അടുത്ത് ചെന്നിട്ട് നമുക്ക് നല്ലത് പറയണം, നമ്മുടെ കുടുംബക്കാരനാണ്, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, നമുക്ക് ഉപ്പന്റെ അടുത്ത് ഇരുന്നിട്ട് ഖുർആൻ ഓതാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ഉമ്മന്റെ അടുത്ത് ഖുർആൻ ഓതാം, ഒരു കുഴപ്പമില്ല. മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ വെച്ചിട്ട് ഖുർആൻ ഓതുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രേഖയില്ല. എന്നാൽ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ്, അതിനവർക്ക് പുണ്യം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇസ്തംബത്ത ഷാഫിഈയു, ഷാഫി ഇമാം തെളിവ് കുറിച്ചിരിക്കുന്നു, മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ലാ യസിലു സവാബുഹ, അതിന്റെ കൂലി അവരുടെ ഖബറിലേക്ക് എത്തൂല എന്ന് ഈ ആയത്തിന് തെളിവ് കുറിച്ചിട്ടാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗിയായ വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ, ഒരു മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ നല്ലതാണ് പറയേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ 3 രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മനഃപ്പാടമാക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, അവിടെ ചെന്നാൽ
ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു മര്യാദ നമുക്കുണ്ടാകണം. നമ്മളൊക്കെ എങ്ങനെയാണെന്നറിയോ, മരണപ്പെട്ട വ്യക്തിനെ കാണാൻ നമ്മൾ ചെല്ലും. കാണലാണ് ആളുകൾക്ക് പ്രധാനം. കാണലിൽ യാതൊരു പ്രാധാന്യവുമില്ല. ആ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങളിൽ, ശേഷക്രിയകളിൽ എല്ലാത്തിലും പങ്കെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാഴ്ചയിലല്ല പ്രധാനം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ കരളിന്റെ കഷ്ടം, അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയുടെ മയ്യത്തിന്റെ അടുക്കലേക്ക് കയറി ചെന്നു. വഖദ് ശഖ ബസറ, കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയോ? ഫഅഗ്മലഹു, കണ്ണടച്ചു. അപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. രണ്ടാമത് അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ കണ്ണ് തുറന്നിട്ടല്ലെങ്കിൽ ആ കണ്ണ് നമ്മൾ അടച്ചു കൊടുക്കണം. അതെന്താ അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില, റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തബിഅഹുൽ ബസർ, ആ റൂഹിന്റെ കൂടെ കണ്ണും അതിനെ പിന്തുടരണം. കണ്ണും എന്ത് ചെയ്യണം? അടക്കപ്പെടേണ്ടതുണ്ട്. കണ്ണും അടയണം. അങ്ങനെ കണ്ണുകൾ നമ്മൾ അടച്ചു കൊടുക്കണം. ഇത് കേട്ടപ്പോ ഫലജ്ജനാസും മിൻ അഹ്ലിഹി, കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കരയാൻ തുടങ്ങി. മരണം ഉറപ്പായി, മരിച്ചു എന്നറിഞ്ഞു. ആളുകൾ കരയാൻ തുടങ്ങി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, ഒരിക്കലും നിങ്ങൾ നല്ലതല്ലാതെ പ്രാർത്ഥിക്കരുതേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, ഇവിടുന്ന് മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സാണ്. ഈ മയ്യത്തിന്റെ അടുത്ത് വെച്ചിട്ട് നല്ലതല്ലാതെ നിങ്ങൾ പറയരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറയണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്താ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ വറഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ, ഉത്കൃഷ്ടരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ദർജ നീ ഉയർത്തി കൊടുക്കണേ. വഖ്ലുഫു ഫീ അഖ്ബിഹി ഫിൽ ആബിരീൻ, അദ്ദേഹത്തിന് നല്ല പിൻഗാമികളെ കൊടുക്കണേ. അല്ലാഹുവേ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തിരണേ. അല്ലാ വലഹു, അദ്ദേഹത്തിനും പുറത്തു കൊടുക്കണേ. യാ റബ്ബൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവേ ഞങ്ങൾക്കും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. വഫ്തഹ് ലഹു ഫീ ഖബരി, അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ. അല്ലാ വനവ്വിർ ലഹു ഫീ, അദ്ദേഹത്തിന്റെ ഖബർ പ്രകാശപൂരിതമാക്കണേ. അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന എന്ത് ചെയ്തു? സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ എത്ര മയ്യത്തുകളെ സന്ദർശിച്ചു? ഏത് മയ്യത്ത് കാണാൻ ചെല്ലുമ്പോഴാണ് കുടുംബക്കാരോട് അവരെ സമാശ്വസിപ്പിക്കുന്ന തഅസിയത്തിന്റെ വാചകങ്ങൾ നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ എന്നത് മാറ്റിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുർ റസാഖ്. അങ്ങനെ ഏത് വ്യക്തിയാണോ മരിച്ചത് ആ വ്യക്തിക്ക് വേണ്ടി ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വറഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്തഹ് ലഹു ഫീ ഖബരി വനവ്വിർ ലഹു ഫീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ മയ്യത്തിന്റെ കണ്ണടക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മരണാനന്തര കർമ്മങ്ങൾ, ശേഷക്രിയകൾ ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല, വളരെ വേഗത്തിൽ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, അസ്രിഉ ബിൽ ജനാസ, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ശേഷക്രിയകളെല്ലാം മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വേഗത്തിലാക്കണം. ഫഇൻ തകു സ്വാലിഹ, അതൊരു നല്ല മയ്യത്താണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂനഹ, അതിനെ നിങ്ങൾ വേഗം കൊണ്ടുപോകലാണ് ആ മയ്യത്തിന് ഏറ്റവും ഖൈർ. വഅയ്യകു സിവാ ദാലിക്, അതല്ലാത്ത ഒരു ചീത്ത മയ്യത്താണെങ്കിലും ഫശർറുൻ തലഊനഹു അലാ അൻദിഖാബികും, ആ ഷർറിനെ നിങ്ങളുടെ തോളത്ത് നിന്ന് വേഗം മറക്കി വെക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരണാനന്തര കർമ്മങ്ങൾ അത് വളരെ വേഗത്തിൽ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചിട്ട് ഒരു മകന് ഗൾഫിൽ നിന്ന് വരാനുണ്ട്, എത്ര മണിക്കൂറുകളാണ് മയ്യത്ത് കാത്തുവെക്കുന്നത്? അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ സൂക്ഷിക്കണം. വിവേകമുള്ള, അറിവുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞ കാര്യങ്ങൾ അതങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ്.
ഖുർആൻ ചോദിക്കുന്നുണ്ട്, കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഒരിക്കലുമല്ല. അറിവുള്ളവർ അറിഞ്ഞു ചെയ്യും, അറിവില്ലാത്തവർ അറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുകയും ചെയ്യുകയും ചെയ്യുക. ഒരിക്കലും നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. അപ്പം മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മരണാനന്തര കർമ്മങ്ങൾ, ഒരു മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം എന്താ അറിയോ? ഉഹിബ്ബുൽ മുബാദറ ഫീ ജമീഇ ഉമൂരിൽ ജനാസ ഫഇൻ മാത ഫുജ്അതൻ. മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് മഹാനായ ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി, ഫഇൻ മാത ഫുജ്അതൻ. പെട്ടെന്ന് ഒരാൾ മരിച്ചു, പെട്ടെന്നാണ് അയാളുടെ മരണം. ലം യുബാദിർ ബിതജ്ഹീസിഹി ലഅല്ലാ തകൂന ബിഹി സക്തതൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അറ്റാക്കായി മരിച്ചു. ആ മരിച്ചൊരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യരുത്, നമ്മൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറവ് ചെയ്യരുത്. കാരണം എന്താ? അയാളുടെ ഹൃദയം സ്റ്റക്കായതാണ്. കുറച്ച് സമയം എടുത്തിട്ട് ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടാകാം. അങ്ങനത്തെ മയ്യത്തുകൾ എന്ത് ചെയ്യരുത്. മരണം സ്ഥിരീകരിച്ച മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വേഗത്തിൽ മരണാനന്തര ക്രിയകൾ വേഗത്തിലാക്കുക എന്നത് സുന്നത്താണ്. ഇത്തരം മയ്യത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ഒന്ന് വൈകിപ്പിക്കേണ്ടി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയേണ്ടതുണ്ട്. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെട്ട ഒരു വ്യക്തിയുടെ സമീപത്ത് നമ്മൾ ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, കടബാധ്യതകൾ ഏറ്റെടുത്ത് വീട്ടുക എന്നത് അടുത്ത ബന്ധുക്കളുടെ, അടുത്ത സുഹൃത്തുക്കളുടെ, സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഒരു വ്യക്തി മരണപ്പെട്ടു, മരണപ്പെട്ട വ്യക്തിയുടെ കടം വീട്ടുക എന്നത് കുടുംബക്കാർക്കാണ് ആദ്യം ബാധ്യത. അവർക്ക് വീട്ടാനുള്ള ശേഷിയില്ലെങ്കിൽ, അവരുടെ കുടുംബക്കാർക്ക് അതിന് കഴിയില്ലെങ്കിൽ സമൂഹം ഏറ്റെടുക്കുക, മഹല്ല് ഏറ്റെടുക്കുക, നാട്ടുകാർ ഏറ്റെടുക്കുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ അത് കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്തിൽ വിവേകപൂർണ്ണം നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഏറ്റെടുക്കുക എന്നുള്ളത് മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആർക്കെങ്കിലും കട ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന ഒരു വ്യക്തിയുണ്ട് അയാളോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോകൽ മാത്രമല്ല, അത് എഴുതി വാങ്ങി അത് കൃത്യമായി വീട്ടുന്ന ഒരു വിഷയമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും കടങ്ങൾ വീട്ടപ്പെടാത്തൊരവസ്ഥ ഖബറിൽ ആ വ്യക്തിക്ക് ഖബറിലെ സ്വസ്ഥതകൾ വരെ നിഷേധിക്കപ്പെടാൻ കാരണമാണ്. നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഖുത്ബയിൽ, ഒന്നാമത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുത്ബയിൽ കടത്തിന്റെ ഗൗരവം വളരെ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം, അത് വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടി കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിന് വീട്ടാൻ ഉത്തരവാദിത്തമുണ്ട്, സുഹൃത്തുക്കൾക്ക് വീട്ടാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കടമെന്നത് വളരെ ഗൗരവതരമാണ്. അത് മുഖേന അതിന്റെ പരിണിത ഫലം, വരാനിരിക്കുന്ന പരിണിത ഫലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേജാറ് തുടങ്ങും. അടുത്തൊരു വിഷയം എന്താ വെച്ചാൽ, മരണപ്പെട്ട വ്യക്തി, ആ വ്യക്തിന്റെ മുഖത്ത് വെള്ള തുണി വിരിച്ചിട്ടുണ്ടാകും. അത് മാറ്റിയിട്ട് നെറ്റിത്തടത്തിൽ നമുക്ക് മുത്തം വെക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത്, ഉഹുദിൽ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട പിതാവിന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് മുഖത്തുള്ള തുണി മാറ്റി ജാബിർ റളിയല്ലാഹുവിന്റെ നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ശക്തമായി വേദനയോടെ, സങ്കടത്തോടെ അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ നിന്ന് തുണി മാറ്റി
നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്നത് സഹാബിമാര് കണ്ടതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹാബി മരണപ്പെട്ടപ്പോ നെറ്റിത്തടത്തിൽ മുത്തം വെച്ചത് സഹാബിമാർ കണ്ടതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ മരണപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നെറ്റിത്തടത്തിൽ മുത്തം വെക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ നമ്മൾ കണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ മരിച്ച സമയത്ത്, നമ്മുടെ ഉമ്മ മരിക്കുന്ന സമയത്ത് അവസാനം ആ നെറ്റിത്തടത്തിൽ നമ്മൾ മുത്തം വെച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്, അതിൽ യാതൊരു കുഴപ്പമില്ല. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും മരണപ്പെട്ടതിന്റെ പേരിൽ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അയൽവാസികളാണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രൂപത്തിലുള്ള ഒരു കരച്ചില് ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ദുഃഖാചരണം എന്ന് പറയുന്നത് 3 ദിവസമാണ്. വേദനകളും സങ്കടങ്ങളും അത് സ്വാഭാവികമാണ്, അത് മനുഷ്യപ്രകൃതമാണ്. മരിച്ചത് ഭർത്താവാണെങ്കിൽ ദുഃഖം ആചരിക്കേണ്ടത് 4 മാസവും 10 ദിവസവുമാണ്. എന്നാൽ പൊട്ടിക്കരച്ചലും അട്ടഹാസവും മാറത്തടിക്കലും വസ്ത്രം കീറിമുറിക്കലും ഒക്കെ ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. അത് നിയാഹത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിളിച്ചിരിക്കുന്നത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നിയാഹത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർബഉൻ ഫി ഉമ്മത്തി മിൻ അംറിൽ ജാഹിലിയ, എന്റെ ഉമ്മത്തിലെ 4 കാര്യങ്ങൾ ജാഹിലിയത്തിലെ വൃത്തികെട്ട സ്വഭാവമാണ്. ഏതൊക്കെയാണത്? ഒന്നെന്താ അറിയോ? അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, കുടുംബ പരമ്പര പറഞ്ഞിട്ട് പൊങ്ങച്ചെന്നടിക്കുക. രണ്ടാമത്തെ എന്താ അറിയോ? ജാതി പറഞ്ഞിട്ട് ആക്ഷേപിക്കുക. മൂന്നാമത്തെ എന്താ അറിയോ? വന്നിയാഹ, അലമുറയിട്ട് കരയുക. അതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. നമ്മളെ വാപ്പ മരിച്ചാൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ പരിധി വിട്ട് കരയുക, അതൊരിക്കലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പോലും ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിയാഹത്ത് ചെയ്യരുത്, മാറത്തടിച്ച് കരയുന്ന, അതേപോലെ തന്നെ അലമുറയിട്ട് കരയുന്ന രീതി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് മരണത്തിന്റെ മുഖാമുഖം കണ്ട് കിടക്കുന്ന സമയത്ത് മഹദിയായ ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ അവലത് അലൈഹി ഹഫ്സ റളിയല്ലാഹു അൻഹ പൊട്ടി കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. നബി സല്ലല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, യാ ഹഫ്സ അമാ സമിഅതി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂല് പറഞ്ഞത് ഹഫ്സ നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ മുഅവ്വലു അലൈഹി യുഅദ്ദബ്, ആർക്ക് വേണ്ടിയാണോ ആരാണോ കരയുന്നത്, ആർക്ക് വേണ്ടിയാണോ കരയുന്നത് ആ വ്യക്തി ഈ കരച്ചിലിന്റെ പേരിൽ നാളെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്ന് അള്ളാന്റെ റസൂല് പറയുന്നത് ഹഫ്സ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പ്രിയപ്പെട്ട മകളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പറയുന്നതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മയ്യിത യുഅദ്ദബു ബിബുകാഇ അഹ്ലിഹി അലൈഹി, കുടുംബക്കാരുടെ കരച്ചിൽ കൊണ്ട് ആ മരണപ്പെട്ട വ്യക്തി ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളോട് കുടുംബത്തോടൊക്കെ ഒരിക്കലും പരിധി വിട്ട് കരയരുത് എന്ന് നമുക്ക് വസിയത്തായിട്ട് അവരോട് പറയാം. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, 8ാമത്തെ കാര്യം, മരണവാർത്ത അറിയിക്കുക എന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മരണവാർത്ത അറിയിക്കുക, അത് സ്വാഭാവികമായും നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാ സംവിധാന സൗകര്യങ്ങളും നമ്മുടെ കൈകളിലുണ്ട്. അത് ജനാസ സംസ്കാരത്തിന് എത്താനുള്ള ഒരു കേവലമായ ഒരു അറിയിപ്പാണ്. അത് അനുവദനീയമാണ്, അഭികാമ്യമാണ്, പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ജാശ രാജാവ് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ആ വിവരം കൈമാറിയതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ നബവി ഇമാം പറയുന്നൊരു വാചകമുണ്ട്, ഫീഹി ഇസ്തിഹ്ബാബുൽ ഇഅ്ലാം ബിൽ മയ്യിത്ത് ലാ അലാ സൂറത്തിൻ നഅ്യുൽ ജാഹിലിയ്യ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയുടെ മരണവിവരം അറിയിക്കുക എന്ന സമ്പ്രദായം ശരിയാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല, അത് സുന്നത്താണ്. പക്ഷേ ജാഹിലിയ കാലത്ത് മരണവിവരം അറിയിക്കാൻ ഉപയോഗിച്ച രീതി നമ്മൾ സ്വീകരിക്കരുത്. അതെന്താ രീതി? അവരെന്താ ചെയ്യല്? വാഹനം ഉപയോഗിച്ച് ഒട്ടകമെടുത്ത് അത് ഓരോ വീടിന്റെ മുന്നിലും ചെന്നിട്ട് അവിടെ
ഇത് കൊട്ടി ശബ്ദമുണ്ടാക്കിയിട്ട് മരണവിവരം പറഞ്ഞു പോകുന്ന രീതി, അത് ജാഹിലിയത്തിന്റെ രീതിയാണ്, അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് രണ്ടാം ഷാഫി എന്ന് ലോകം വിളിക്കുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമസ്കാര വിവരങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്താ അറിയും? ഇദാ മിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫലാ തഅദനൂ ബി, എന്നെ ഒരിക്കലും നിങ്ങൾ പരസ്യം ചെയ്യരുത്. ഇന്നി അഖാഫു അൻ യകൂന നഅയ, അത് നഅയ്, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച നഅയിന്റെ കൂട്ടത്തിൽ മരണവിവരം അറിയിക്കുന്ന ഹറാമായ ഈ കാര്യത്തിന്റെ കൂട്ടത്തിലാകുമെന്ന് ഞാൻ പേടിക്കുന്നു. എന്നിട്ട് ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടറിയോ? അന്നഅയു ലൈസ മംനു അൻ കുല്ല, എല്ലാ മരണവിവരം അറിയിക്കലും ഹറാമല്ല, പാടില്ല എന്ന് പറയപ്പെട്ടതല്ല. വഇന്നമാ നഹാ അമ്മാ കാന അഹ്ലുൽ ജാഹിലിയ, അള്ളാന്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞ മരണവിവരം അറിയിക്കൽ ഏതാണെന്നറിയോ? അത് ജാഹിലിയ കാലത്ത് ജാഹിലിയാക്കൾ ആ കാലത്തുള്ള മനുഷ്യന്മാർ ചെയ്ത പ്രവർത്തനമാണ്. അതേതാണ്? ഫകാനു യുർസലൂന, അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു കുറച്ച് ആൾക്കാരെ വിടും. എന്തിനാ വിടുന്നറിയോ? യുർസലൂന അലാ മൻ യുഅ്ലിനു ബിഖബരിൽ മൗത്തിൽ മയ്യിത്ത്, മരണവിവരങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് അറിയിക്കാൻ വേണ്ടി ചില വ്യക്തികളെ വിടും. വാഹനത്തിന്റെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത് ചില ആൾക്കാരെ വിടും. അലാ അബുവാബ്ദാരി വല്ലസ്വാക്കി, എല്ലാ അങ്ങാടിയിലും പോയിട്ട് ആ വിവരം അറിയിക്കാൻ, എല്ലാ വീടുകളിലും ചെന്ന്, വീടിന്റെ മുന്നിലും ചെന്നിട്ട് ഈ വിവരം അറിയിക്കാൻ വേണ്ടി ചില ആൾക്കാരെ വിടും. ഇന്ന് നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ വെച്ച് മരണവിവരം അറിയിക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒട്ടകപ്പുറത്ത് വിവരം അറിയിക്കുന്ന രീതി. ഇത് ശരിയല്ല, പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ചൊല്ലണമെന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നല്ലതേ പറയാവൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം, ശേഷക്രിയകൾ ഒരിക്കലും വൈകിക്കാൻ പാടില്ല. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിലാക്കുക എന്നത് ഏറ്റവും ഹൈറാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. അഞ്ചാമത്തെ ഒരു കാര്യം, കടബാധ്യതകൾ ഏറ്റെടുത്ത് വീട്ടുക എന്നത് വളരെ പ്രധാനമാണ്. ആറാമത്തെ ഒരു കാര്യം, വസ്ത്രം മുഖത്ത് നിന്ന് നീക്കി ആ മയ്യത്തിന് ചുംബിക്കുക എന്നത് ഹദീസിന്റെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യമാണ്. ഏഴാമത്തെ ഒരു കാര്യം, ദുഃഖാചരണം, അത് 3 ദിവസമാണ്. ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ പേരിൽ 4 മാസവും 10 ദിവസവും ഒരിക്കലും അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച നിയാഹത്തിന്റെ കരച്ചിൽ, നിയാഹത്തിന്റെ രീതി മുസ്ലിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ മരണവാർത്ത അറിയിക്കുക എന്നത് ജനാസ നമസ്കാരത്തിനെത്താനുള്ള കേവലം ഒരു അറിയിപ്പ് മാത്രമാണ്. അതല്ലാതെ വാഹനത്തിൽ വിളിച്ചു പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതിയല്ല, സഹാബിമാര് പഠിപ്പിച്ചു തന്ന രീതിയല്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന കാര്യങ്ങൾ അത് വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സ്വസ്ഥതയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാനോടുകൂടി അതിനെ അതിജീവിക്കാനും അതിജയിക്കാനുമുള്ള ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.